ജാതി മതഭേദമന്യേ എല്ലാ മലയാളികളും ഏറ്റുപാടുന്ന ഒരു ക്രിസ്തീയ ഭക്തിഗാനമുണ്ട്. ഇസ്രയേലിൽ നാഥനായി വാഴും ഏകദൈവം. ഈ പാട്ട് പാടിക്കുന്നത് പ്രശസ്ത ഗായകൻ KG മാർക്കോസാണ്. നമുക്കറിയാം, ഈ പാട്ട് അദ്ദേഹം പാടിയിട്ട് 25 കൊല്ലം തികയുന്നു. ഈ സൂപ്പർ ഹിറ്റ് ഗാനത്തിൻ്റെ വിശേഷങ്ങളും തൻ്റെ ജീവിതത്തിലെ മറക്കാനാകാത്ത ചില അനുഭവങ്ങളും 24news.comലെ രാജേഷ് തില്ലങ്കേരിയുമായി KG മാർക്കോസ് പങ്കുവച്ചു. അതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ ഇപ്പോൾ കാണിച്ചു തരാം. 2000 വേണ്ടി 1999 ഒക്ടോബറിൽ നവംബറിൽ പാടിയ പാട്ടാണ് ഈ ഇസ്രായേലിൻ നാഥനായി വാഴും. 25 വർഷം കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, ദൈവാധീനം എന്ന് പറഞ്ഞാൽ മതിയാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം അത് ഇന്നും ഈ 25 വർഷമായിട്ട് ആളുകൾക്ക് അതിൻ്റെ പുതുമ പോകാതെ തോന്നിക്കുന്ന ഒരു പാട്ടാണ്. കോറസിൻ്റെ ഒരുപാട് അതിപ്രസരം എന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷെ ആ കോറസിൻ്റെ ഒരു ഭംഗി അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിതാവേ ദൈവമേ, അത് വേണേൽ സോളോ ആയിട്ട് പാടാം, പക്ഷെ അത് ഒരു കോറൽ എഫക്റ്റിലാണത് കൊടുത്തിട്ടുള്ളത്. കുറച്ചും കൂടെ ഒരു ദൈവികത തോന്നും. മൊത്തത്തിൽ ആ പാട്ടിന് ഭയങ്കര ഒരു ഡിവൈനിറ്റി. ലിറിക്സ് എഴുതിയത് ഇവിടെ നമ്മുടെ തൊടുപുഴയ്ക്കടുത്ത് കലയന്താനി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ താമസിച്ചിരുന്ന ബേബി ജോൺ കലയന്താനി എന്ന് പറയുന്ന വ്യക്തിയാണ് അതിൻ്റെ ലിറിക്സ് എഴുതിയത്. പുള്ളി കുറേ എഴുതിയിട്ടുണ്ട്. പുള്ളി ഈ പറഞ്ഞാൽ നല്ലൊരു പ്രാസംഗികനാണ്, ഒരുപാട് ദൈവിക അനുഭവമുള്ളൊരു വ്യക്തിയാണ്. ഈ പാട്ട് ഒരു 3-4 ഭാഷയിൽ, പിന്നെ തമിഴിൽ, ഒറിയ, പിന്നെ കന്നഡ, അങ്ങനെ ഒരു 3-4 ഭാഷയിൽ ഇത് പിന്നെ റീമേക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു 4 വരി പിന്നെന്താ. ഇസ്രായേലിൻ നാഥനായി വാഴും ഏകദൈവം, സത്യജീവമാർഗമാണു ദൈവം, മർത്യനായി ഭൂമിയിൽ പിറന്നു സ്നേഹദൈവം, നിത്യജീവനേകിടുന്നു ദൈവം, പിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറിടേണമേ. KG മാർക്കോസിൻ്റെ ശബ്ദത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ആരാധിക എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരാൾ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. എൻ്റെ ധർമ്മപത്നിയുടെ അമ്മ എപ്പോഴും മാർക്കോസിൻ്റെ പാട്ടിനെക്കുറിച്ച് പറയും. ഇന്നവരില്ല എങ്കിലും ഞാൻ മാർക്കോസിൻ്റെ പാട്ട് കേട്ടപ്പോൾ അവരെക്കുറിച്ച് ഓർമ്മിച്ചു പോയി. ഈ അഭിമുഖത്തിൻ്റെ പൂർണ്ണരൂപം ഈ രാജേഷ് തില്ലങ്കേരിയുമായി KG മാർക്കോസ് സംസാരിക്കുന്നത് 24ൻ്റെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് കാണാം. അത് കൂടുതൽ കാണുക. അദ്ദേഹം പറയുന്ന ചില അനുഭവങ്ങളൊക്കെ നമ്മളെ എന്നും വേട്ടയാടുക തന്നെ ചെയ്യും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.